നമസ്കാരം. നമുക്ക് ഒരു ഭാവി യാത്ര, ഒരു സ്വപ്നയാത്ര നടത്താം. 2025 ജൂലൈ മാസം തിരുവനന്തപുരം നഗരം എങ്ങനെയായിരിക്കും? ഒരു ചെറിയ യാത്ര നടത്തിയിട്ട് നമ്മുടെ സ്റ്റോറിയിലോട്ട് വരാം. ഈ ദൃശ്യം കണ്ടപ്പോൾ നമ്മുടെ നാട്ടിൽ വരാവുന്നൊരു മാറ്റം ഇതിന് എത്രത്തോളമായിരിക്കും എന്നുള്ളതാണ് ഒരു താരതമ്യം തോന്നിയത്. ഈ ചിത്രം, ഈ വീഡിയോ എവിടുന്നാണ്, ഏത് രാജ്യമാണ്, ആർക്കെങ്കിലും പിടികിട്ടിയോ? സെലിംഗമരയുടെ ഒരു സുഹൃത്ത് ഇപ്പോൾ മോസ്കോയിലുണ്ട്. കോവളം സ്വദേശി ശ്രീ രാജേന്ദ്രൻ. അദ്ദേഹമാണ് എനിക്ക് ഈ വീഡിയോ അയച്ചു തന്നത്. അദ്ദേഹം മോസ്കോയിൽ നിന്ന് സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗിലോട്ടുള്ള യാത്രയ്ക്കിടയിൽ ഈ രണ്ട് നഗരങ്ങൾ തമ്മിൽ, മോസ്കോയുടെ തൊട്ടടുത്ത പോർട്ടെന്ന് പറയുന്നത് സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗാണ്. ഏകദേശം 400ഓളം നോട്ടിക്കൽ മൈൽ, ഒരു 800ഓളം കിലോമീറ്റർ അകലത്തിലുള്ള ഒരു പോർട്ടിൻ്റെ ഇമ്പാക്റ്റ് ഇങ്ങോട്ടുള്ള മോസ്കോയിൽ റെയിൽവേ സ്റ്റേഷനിൽ ട്രാക്കുകൾക്ക് ഇരുവശവും അടുക്കി വച്ചിരിക്കുന്ന കണ്ടെയ്നറുകളുടെ വലുപ്പവും എണ്ണവും ഒക്കെ കണ്ടല്ലോ. അപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ ഏകദേശം 800 കിലോമീറ്റർ അകലെ, മംഗലാപുരത്തിനപ്പുറം, ബാംഗ്ലൂരിനപ്പുറം, ചെന്നൈക്കപ്പുറം, ഒരു പക്ഷേ ആന്ധ്രാപ്രദേശ്, ഇത്രയും ദൂരത്തിൽ വരെ ഒരു പോർട്ടിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ വന്നെടുക്കുന്ന കപ്പലിൽ നിന്നുള്ള ചരക്കുകൾ ഇങ്ങ് മോസ്കോയിൽ എത്തി നിൽക്കുന്നത്. ഈ രാജേന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് മോസ്കോയിലൊക്കെ പോകുന്നയാളാണ്. അദ്ദേഹം അയച്ചു തന്ന ഈ വീഡിയോ കണ്ടപ്പോൾ, ഈ ചിത്രം കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് നമ്മുടെ മന്ത്രി ശ്രീ സുരേഷ് ഗോപി, അദ്ദേഹം ദീർഘനാളായി വിഴിഞ്ഞ പ്രൊജക്റ്റിന് വേണ്ടി സംസാരിക്കുന്ന ആളാണ്. ഞങ്ങളുടെ സമരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, ഒരുപാട് പിന്തുണ നൽകിയ വ്യക്തിയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ വെച്ച് വിഴിഞ്ഞത്തെ റെയിൽവേ വികസനം എങ്ങനെയായിരിക്കണമെന്ന് അവിടുത്തെ മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് കേൾക്കാം നമുക്ക്. ഇപ്പം ഞങ്ങൾ ഇരിക്കുന്നത് വിഴിഞ്ഞം ഹാർബറിനെ സംബന്ധിച്ച് ഒരു റെയിൽവേ ട്രാൻസാക്ഷൻസ് നടത്താനുള്ള ട്രെയിലർ മൂവ്മെന്റ്, ഈ പറഞ്ഞ വികാരം തന്നെയാണ്. ട്രെയിലറുകളും കയറി പോകുന്ന റോഡിലൂടെ പോകുന്ന ട്രാഫിക്, അത് വലിയ അപകടമാണ്. ഇത് ട്രെയിലറൊക്കെ ഇങ്ങനെ ചരിഞ്ഞ് വീഴുന്നുണ്ട്. കാരണം ഇതിനകത്ത് കയറി വരുന്ന സാധനം ലോക്ക് ചെയ്ത് വരുന്നതാണ്. അത് കസ്റ്റംസിൻ്റെയും ഇമിഗ്രേഷൻ്റെയും NIA-യുടെയും സ്കാനിങ് കഴിഞ്ഞ് മാത്രമാണ് ഇതിനകത്തോട്ട് കയറ്റി വെക്കുന്നത്. വെള്ളത്തിനകത്ത് വരുന്ന ഇതിൻ്റെ ബോയൻസി എന്ന് പറയുന്നതായിരിക്കത്തില്ല 18 or 20 വീലുകളിൽ പോകുമ്പോൾ അതിൻ്റെ ബോയൻസി എന്ന് പറയുന്നത് ചിലപ്പോൾ ഇതിനെ ഒരു ടോപ്ലിങ്ങിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ അതെല്ലാം കണക്കിലെടുത്ത് റെയിൽവേയിലൂടെ മാക്സിമം മൂവ്മെൻറ്റ് ഫ്രം വിഴിഞ്ഞം ടെർമിനൽ, അപ്പോൾ ട്രിവാൻഡ്രം പോർട്ടിൽ നിന്ന് നേരെ ബാലരാമപുരത്തേക്കോ നേമത്തേക്കോ അല്ലെങ്കിൽ നെയ്യാറ്റിൻകരയിലേക്കോ. ഇത് ഈസി ട്രാൻസാക്ഷൻ എങ്ങനെയാണ് നമുക്കത് മൊബിലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന അലൈൻമെൻറ്റ്, സ്ഥലം കിട്ടുന്നതിനകത്ത് തടസ്സം ഭീകരമായി വരുന്ന ഏരിയ, ഇതെല്ലാം ഒഴിവാക്കിയുള്ള ഒരു പാത കണ്ടെത്തി, ഒരു സ്റ്റേഷൻ കണ്ടെത്തിയാൽ ഡയറക്ട്ലി നോട്ട് ടു ഹിറ്റ് ദ സ്റ്റേഷൻ, ബട്ട് ആ ഒരു ട്രാക്ക് അല്ലെങ്കിൽ 2 ട്രാക്ക്, സിംഗിൾ ട്രാക്കാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങോട്ട് ട്രെയിൻ വരുമ്പോൾ അങ്ങോട്ട് വിടാൻ പാടില്ല. ഇത് നേരെ ചെന്നിട്ട് ബൈഫക്കേറ്റ് ചെയ്ത് മംഗലാപുരം വേർഡ്സ് അല്ലെങ്കിൽ ട്രിവാൻഡ്രം വേർഡ്സ് ആൻഡ് തമിഴ്നാടു വേർഡ്സ്, അത് ബൈഫക്കേറ്റ് ചെയ്ത് പോകണം. ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഒരെണ്ണം പോയി ഏത് സ്റ്റേഷനാണെന്ന് പറഞ്ഞാൽ അവിടെ ചെന്നിട്ട് പിന്നെ ഷണ്ടിങ് എന്ന് പറയുന്നത് ഇത്രയും ലോഡ് വെച്ച് ട്രാക്കിൻ്റെ മെയിൻ്റനൻസ്, ട്രാക്കിൻ്റെ സസ്റ്റൈനബിലിറ്റി, ഇതിനെല്ലാം ബാധിക്കുന്നതാണ്.
ഇത് മുഴുവൻ പോർട്ടുമായിട്ട് സംസാരിച്ചു, അവർക്ക് ബോധ്യപ്പെട്ടു, പുതിയ അപേക്ഷ തന്നു, അത് 2 മിനിസ്റ്റേഴ്സിനും കൊടുത്തു. സോണോവാൾജി എൻ്റെ അടുത്ത് 11-ാം തീയതി പോർട്ടിലെത്താൻ പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം വരുന്നു. അദ്ദേഹം അത് ഒഫീഷ്യലായിട്ട് റെയിൽവേ അറിയിക്കും. അത് കഴിയുമ്പോൾ അശ്വിനി വൈഷ്ണവ് ജി വരും. ഇത് സാധ്യമാകും. നമുക്ക് ഇതുപോലെ നിരവധി MLA-മാരും MP-മാരും ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, മന്ത്രിമാരും. ആരെങ്കിലും വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച്, അതിൻ്റെ ഭാവിയെക്കുറിച്ച്, അതിൻ്റെ പ്ലാനിങ്ങിനെ കുറിച്ച് ഇതുപോലെ ആധികാരികമായി ഒരു ശബ്ദം, ഒരു ഭാവന എവിടെ നിന്നെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇതാണ് വ്യത്യാസം. ഒരു നാട് എങ്ങനെ വളരണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള സ്വപ്നങ്ങളുള്ളവർ ഇങ്ങനെയൊക്കെ സംസാരിക്കും. ഇങ്ങനെയുള്ള ഈ സംസാരം നടത്തുന്ന അദ്ദേഹം തുറന്നു പറയുന്നു, ഓപ്പണായിട്ട് തന്നെ പറയുന്നു, ഞാൻ തൃശ്ശൂരിൻ്റെ MP മാത്രമല്ല, കേരളത്തിൻ്റെ MP മാത്രമല്ല, തമിഴ്നാടിൻ്റെയും MP കൂടിയാണ്. അങ്ങനെ ഈ 2 സംസ്ഥാനങ്ങളുടെയും വികസനത്തിനു വേണ്ടി താല്പര്യത്തോടെ പ്രവർത്തിക്കാൻ തയ്യാറുള്ള അദ്ദേഹം വിഴിഞ്ഞത്തെ തീർച്ചയായും ഡ്രൈവ് ചെയ്യും, മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വിഴിഞ്ഞത്തിൻ്റെ വളർച്ച ഈ പറയുന്ന തമിഴ്നാടും കർണാടകയും ആന്ധ്രയും തെലുങ്കാനയും ഒക്കെ കടന്നു പോകുന്ന തരത്തിൽ വളർച്ചയുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ് ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ കപ്പലുകളുടെ എണ്ണം കൂടി വരുന്നത്. നമ്മൾ വേണ്ട പിന്തുണ നൽകിയാൽ, നമ്മൾ സഹകരിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പറയുന്ന തരത്തിലുള്ളൊരു വളർച്ച, മോസ്കോയ്ക്കപ്പുറം കാണുന്ന വളർച്ച നമ്മുടെ രാജ്യത്ത് ആദ്യമായി തിരുവനന്തപുരത്തിന് കാണിക്കാൻ പറ്റും, കേരളത്തിന് കാണിക്കാൻ പറ്റും. ഇന്ത്യയുടെ കടലാസ്ഥാനമായി വിഴിഞ്ഞത്തെയും തിരുവനന്തപുരത്തെയും നമുക്ക് മാറ്റാനും പറ്റും. ഞാൻ കുഞ്ഞുനാളുകളിൽ ബൈബിൾ വാചകം കേൾക്കാറുണ്ട്, വായിക്കാറുണ്ട്. അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, മിക്കവാറും എല്ലാ മഹത് ഗ്രന്ഥങ്ങളിലും അത്തരം ഉപമകൾ ഉണ്ടാവും. സെലിംഗമിൻ്റെ പ്രേക്ഷകർ ഗീതയിലുള്ളതും ഖുറാനിലുള്ളതുമായ ഇത്തരം സാമ്യത ഉണ്ടെങ്കിൽ അത് ഒന്ന് പങ്കുവയ്ക്കുന്നത് നന്നായിരിക്കും. ബൈബിളിലെ ഒരു വാചകം ഇതാണ്: പണിക്കാർ ഉപേക്ഷിച്ച കല്ല് ഭവനത്തിൻ്റെ മൂലക്കല്ലായി. എന്ന് പറഞ്ഞാൽ എല്ലാവരും അവഗണിച്ചൊരു കാര്യം ഒരു പ്രധാനപ്പെട്ട കാര്യമായി പിൽക്കാലത്ത് മാറും, അല്ലെങ്കിൽ മാറി എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ആ വാക്യം. ഇവിടെ ഈ തുറമുഖത്തെയും ഈ തുറമുഖത്തിൻ്റെ പേരിനെയും ആ ബ്രാൻഡിനെയും കൊല്ലാനാണ് ബന്ധപ്പെട്ടവർ, ഇവിടെ ഭരിക്കുന്നവർ, അല്ലെങ്കിൽ താക്കോൽ സ്ഥാനങ്ങളിൽ ഇരുന്ന് തലസ്ഥാനത്തെ വിരോധത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയവർ തിരുവനന്തപുരം പോർട്ട് എന്നുള്ള പേര് കൊടുക്കാൻ, പോർട്ട് ഓഫ് ട്രിവാൻഡ്രം, ഇവിടെ അനാമിക സെലിംഗമിൻ്റെ പ്രേക്ഷക എഴുതി, പലരും എഴുതുന്നുണ്ട്, ഒരുപാട് പേര് എഴുതുന്നുണ്ട്. അവരെല്ലാവരും ദീർഘനാളായി ആവശ്യപ്പെടുകയാണ് ഈ പോർട്ടിന് പോർട്ട് ഓഫ് ട്രിവാൻഡ്രം എന്ന് പേര് കൊടുക്കണം, അല്ലെങ്കിൽ ട്രിവാൻഡ്രം പോർട്ട് എന്ന് പേര് കൊടുക്കണം. കാരണം ഒരു നഗരത്തിൻ്റെ പേരിലാണ് അത് അറിയപ്പെടേണ്ടത്. ട്രിവാൻഡ്രം എയർപോർട്ട് എന്ന് പറയുന്നത് പോലെ ട്രിവാൻഡ്രം പോർട്ട് എന്നാണ് അത് അറിയപ്പെടേണ്ടത്. അത് തമസ്കരിച്ച് അത് നൽകില്ല എന്നുള്ളതിൻ്റെ ഒരു ദുരന്തമായി ഇത് ഇപ്പോൾ കെ റൂബി എന്ന് പറയുന്ന ഒരു കപ്പൽ ഞാൻ ജൂൺ 27 മുതൽ ട്രാക്ക് ചെയ്യുകയാണ്. വിഴിഞ്ഞത്തോട്ട് വരുന്ന ഒരു കപ്പൽ എന്ന് പറയുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കും. എന്താണ് കപ്പൽ, എവിടുന്ന് വരുന്നു, എന്താണ് കൊണ്ടുവരുന്നത്, ഏത് തരം കപ്പലാണ്, ഇതൊരു ബൾക്ക് കാരിയറാണ്. അങ്ങ് ഒവൻഡോ ആങ്കറേജിൽ നിന്നാണ് വരുന്നത്. ഒവൻഡോ എന്ന് പറഞ്ഞാൽ ഗാബൺ എന്ന് പറയുന്ന രാജ്യം, ആഫ്രിക്കയിലെ, പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ ഗാബൺ എന്ന് പറയുന്ന രാജ്യം, ഗിനിയ, കാമറൂൺ, നൈജീരിയ, ഈ രാജ്യങ്ങളുടെയൊക്കെ അടുത്തുള്ള ആ ഗാബോണിൽ നിന്നാണ് ഈ കപ്പൽ കെ റൂബി പുറപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ബൾക്ക് കാരിയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് രോഗം പിടികിട്ടി ഉടനെ തന്നെ. ഇത് വിശാഖപട്ടണത്തേക്ക് പോകേണ്ട കപ്പലാണ്. പക്ഷേ കഴിഞ്ഞ 27 മുതൽ അത് വിഴിഞ്ഞം എന്നുള്ള പേരിൽ എഴുതി വയ്ക്കുകയും യാത്ര തുടരുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആദർശ് എന്ന് പറയുന്ന സെലിംഗമിൻ്റെ പ്രേക്ഷകൻ, വിമാക്കിൻ്റെ സുഹൃത്തും ഇപ്പോൾ എനിക്കത് അയച്ചു തന്നു, വിഴിഞ്ഞത്തേക്ക് വേറൊരു കപ്പൽ കൂടി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ നമ്മളെ കൺഫ്യൂഷൻ ആക്കുകയും നമ്മുടെ ബ്രാൻഡ് ഇല്ലാതാക്കുകയും ചെയ്യും. ഇക്കാര്യത്തിലും ശ്രീ സുരേഷ് ഗോപിക്ക് വ്യക്തമായ നിലപാടുണ്ട്. ട്രിവാൻഡ്രം പോർട്ട് ടെർമിനൽ അതങ്ങനെ ബ്രാൻഡിങ് വരണം, അതിനുവേണ്ടിയും ഒരു യുദ്ധം ആരംഭിച്ചിട്ടുണ്ട്. അത് വിഴിഞ്ഞം എന്ന് പറയുന്നത് വേറെ സെറ്റ് എന്ന് പറയുന്ന അടുത്ത ചോദ്യമാണ്. ഹാസ് ടു ബി ട്രിവാൻഡ്രം. കോഡിംഗ് ഉണ്ട്, ഇന്റർനാഷണൽ കോഡിംഗ്. നമുക്ക് ട്രിവാൻഡ്രം എയർപോർട്ടിന്, ഇന്റർനാഷണൽ എയർപോർട്ടിന് കിട്ടിയിരിക്കുന്നത് TRV ആണ്. അതുപോലെ ഒരു കോഡിംഗ് ഇതിന് വേണം. ഓരോ കാര്യത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാരിറ്റി, ഒരു നിലപാട് ഇതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. ഒരു പ്രദേശം, ഒരു ജനത, ഒരു സമൂഹം എങ്ങനെ വളരണം, എങ്ങനെ മുന്നോട്ട് പോകണം, അവരുടെ മുദ്ര, അവരുടെ കയ്യൊപ്പ് എവിടെ പതിപ്പിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് സിനിമാ നടനായി നിന്ന് ജനപ്രതിനിധിയായി
കേന്ദ്രമന്ത്രിയായി മാറിയ അദ്ദേഹം ഇപ്പോഴും ഇത്തരം ജനകീയ വിഷയങ്ങളിൽ, ഇപ്പോൾ തിരുവനന്തപുരത്ത് മാത്രമല്ലല്ലോ അദ്ദേഹത്തെ ഈ റെക്കോർഡിങ്ങിൻ്റെ സമയത്ത് ഞാൻ വാർത്ത വായിക്കുന്ന അദ്ദേഹം കോഴിക്കോട്ടെ ശുചീകരണ തൊഴിലാളികളുമായി അദ്ദേഹം ഭക്ഷണം കഴിക്കുകയോ മറ്റോ ചെയ്യുന്നൊരു വാർത്ത ഞാൻ വായിച്ചു. ഇപ്പോൾ കേരളത്തിൽ അങ്ങും ഇങ്ങും അദ്ദേഹം ഓടി നടന്ന് പല കാര്യങ്ങളും ചെയ്യുന്നു. പല കാര്യങ്ങളിലും വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന അദ്ദേഹം തിരുവനന്തപുരത്തെ ബ്രാൻഡ് ചെയ്യണം, TRV എന്നോ TVM എന്നുള്ള തരത്തിൽ ലോകത്തിൽ ബ്രാൻഡ് ചെയ്തുകൊണ്ട് വേണം ഈ നഗരം, എയർപോർട്ടായാലും സീപോർട്ടായാലും ഇനി ഇവിടെ വരുന്ന വ്യവസായ സ്ഥാപനങ്ങളായാലും ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും എല്ലാം തിരുവനന്തപുരം എന്നുള്ളൊരു ബ്രാൻഡിൽ വേണം അറിയപ്പെടുവാൻ. അങ്ങനെ അറിയപ്പെടുന്നതിലൂടെ ഒരുപാട് നേട്ടങ്ങളുണ്ട്, ഒരുപാട് മെച്ചങ്ങളുണ്ട്. അത് തിരിച്ചറിയുവാൻ ഭരണകൂടങ്ങൾക്ക് കഴിയാതെ പോയെങ്കിൽ ഇവിടെ ഒരു ലൊക്കേഷൻ കോഡ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ പോലും TRVയും TVMും തിരഞ്ഞെടുക്കുവാൻ തോന്നാത്ത അതിബുദ്ധികൾക്ക് നല്ലൊരു തിരിച്ചടി നൽകിക്കൊണ്ട് മേസ്ക് എന്ന് പറയുന്ന സ്ഥാപനം തിരുവനന്തപുരമാണ് അവരുടെ പോർട്ട് നഗരമായി അവർ ചൂണ്ടിക്കാണിക്കുന്നതും അവരുടെ എല്ലാ രേഖകളിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്തെയാണ്. വിഴിഞ്ഞത്തെ കൊച്ചാക്കി കാണിക്കാനൊന്നുമല്ല, വിഴിഞ്ഞം പോർട്ട് തന്നെയാണ്. ഞങ്ങൾ ആവശ്യപ്പെട്ടത് വിഴിഞ്ഞത്തെ ഒരു ടെർമിനൽ, വിഴിഞ്ഞത്തിൻ്റെ ഒരു ടെർമിനലിൻ്റെ പേര് വിഴിഞ്ഞമെന്ന് കൊടുക്കണം, പോർട്ടിൻ്റെ പേര് ട്രിവാൻഡ്രം എന്ന് കൊടുക്കണം, തിരുവനന്തപുരം എന്ന് കൊടുക്കണം. ആഗോള കമ്പനി ഇവിടെ NYY1 എന്നൊക്കെ പറയുമ്പോഴും ആഗോള കമ്പനി തിരുവനന്തപുരത്തെ തന്നെയാണ് ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുന്നത്. ഇനിയെങ്കിലും അതൊക്കെ തിരിച്ചറിഞ്ഞ് തിരുത്തലുകൾ നടത്തി, പരിഷ്കാരങ്ങൾ നടത്തി, ഗസറ്റ് വിജ്ഞാപനം നടത്തി തിരുവനന്തപുരത്തിന് അതിൻ്റെ പ്രതാപം തിരിച്ചു നൽകണം എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിലൂടെ ശക്തമായി ആവശ്യപ്പെടുന്നത്.